ഈ ചൂടത്ത് റിഫ്രഷ്മെന്റിന് പറ്റിയ നല്ലൊരു സ്ക്വാഷ് ഉണ്ടാക്കി വെക്കാം. അതിനായിട്ട് നല്ല ഫ്രഷ് പുതിനയുടെ ഇല എടുത്തിട്ടുണ്ട്. നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചതാണ് കേട്ടോ. ഒരു ചെറിയ ജാറിലേക്ക് നമുക്ക് ആക്കി കൊടുക്കാം. 1/2 ടീസ്പൂണോളം നല്ല ജീരകം, 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി, അരയ്ക്കാൻ ആവശ്യത്തിന് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. നമുക്കൊന്ന് അരിച്ച് മാറ്റി വെക്കാം. പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതേ കപ്പിന് 2 കപ്പ് അളവിൽ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്ത് നല്ലവണ്ണം തിളച്ച് വരട്ടെ. സമയം നമുക്ക് 2 നാരങ്ങയുടെ ജ്യൂസ് എടുത്ത് വെക്കാം. പഞ്ചസാര തിളച്ചിട്ട് കുറച്ച് വറ്റി കഴിയുമ്പോൾ ഒരു ഒട്ടിപ്പിടിക്കുന്ന ഒരു പരുവത്തിലേക്ക് വരും. അതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന മിക്സ് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂണോളം വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നല്ലവണ്ണം വെട്ടി തിളച്ചിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ചൂടോടെ തന്നെ നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന 2 നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇത്രയും അളവ് ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് കലക്കിയെടുക്കാം. പ്രിസർവേറ്റീവും ആർട്ടിഫിഷ്യൽ കളറും ഒന്നും ചേർക്കാതെ തന്നെ നമുക്ക് അടിപൊളിയായിട്ടുള്ള ജ്യൂസാണ്. നോക്കാം.